മലപ്പുറം ഒതുക്കങ്ങളിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ കാഴ്ചയായിട്ട് എനിക്ക് തോന്നും. അതല്ല, MDMA പകരം കർപ്പൂരം നൽകിയെന്ന് ആരോപിച്ചാണ് ഈ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരും. പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഈ പമ്പിൻ്റെ മുന്നിൽ വെച്ച് കുറേ 2-3 പേര് വന്നിട്ട് ഇവിടെ അടി കൂടുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ട് അവർ ചോദ്യം ചെയ്യുകയും അവരവിടെ തടഞ്ഞു നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അവർ MDMA എന്ന് പറഞ്ഞ് കർപ്പൂരം കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ പോലീസിനെ വിവരിച്ച് പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് MDMA ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കർപ്പൂരമാണ് എനിക്ക് തന്നതാണ്. പോലീസ് അവർ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് സാധനം ഒന്നും കയ്യിലില്ല, അവരെ കയ്യിലില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റു തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിപ്പിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുകയാണ്. സമീർ, ശരിക്കും ഈ കർപ്പൂരം കൊടുത്ത് പറ്റിച്ചു എന്ന് തന്നെയാണോ അവരുടെ പരാതി? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നമ്മുടെ നിയമ സംവിധാനത്തെ പറ്റിക്കുന്നവരെ മറ്റുള്ളവർ പറ്റിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒതുക്കുങ്ങൽ ഈ പെട്രോൾ പമ്പിന് സമീപം 3 യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ നാട്ടുകാർ ഇവരെ തടഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നാട്ടുകാരോട് ഇവർ പറയുന്നത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് MDMA വാങ്ങിയിരുന്നത് MDMA ആണെന്ന് പറഞ്ഞ് നൽകിയതാകട്ടെ ഈ കർപ്പൂരമാണ്. അങ്ങനെയാണ് ഈ ഒരു സംഘർഷത്തിന് കാരണമെന്നുള്ളതാണ് ഈ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ നാട്ടുകാർ വിവരം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒതുക്കൽ പഞ്ചായത്തിലെ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ അബ്ദുൽ കരീമും സംഭവ സ്ഥലത്ത് അതിനുശേഷം യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ കോട്ടക്കൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി യുവാക്കളൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും MDMA ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായില്ല. ഇക്കാര്യങ്ങൾ ഈ കർപ്പൂരം നൽകി പറ്റിച്ചു എന്നുള്ള കാര്യം യുവാക്കൾ പോലീസിനോട് പറഞ്ഞതുമില്ല. അങ്ങനെ ഏതായാലും പോലീസ് ഇവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ദൃശ്യങ്ങളുമൊക്കെ തന്നെ ശേഖരിച്ച് പോലീസ് മടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ MDMA മറ്റുള്ള സാധനങ്ങൾ ലഭിക്കാത്തത് മൂലം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ നാട്ടുകാർ വളരെ കൃത്യമായി തന്നെ പറയുന്നു ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സമയത്ത് യുവാക്കൾ പറഞ്ഞിരുന്നത് MDMAക്ക് പകരം ഈ കർപ്പൂരം നൽകി പറ്റിച്ചതാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇവർ ഒതുക്കുങ്കൽ സ്വദേശികളല്ല, മറിച്ച് മറ്റ് എവിടെയുള്ള ആളുകളാണ്. അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് കണ്ടുമുട്ടുന്ന സമയത്താണ് ഈ സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്ക് യു. മലപ്പുറത്ത് സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്.